മഹാഭാരതം എന്ന ഇതിഹാസ രചന ഏത് ഇന്ത്യക്കാർക്കാണ് ഇഷ്ടമില്ലാത്തത്? പാണ്ഡവ കൗരവ യുദ്ധവും അതിലെ കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷങ്ങളുമെല്ലാം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കുരുക്ഷേത്രയടക്കം മഹാഭാരതത്തിലെ സ്ഥലനാമങ്ങൾ പലതുമുള്ള ഇടമാണ് ഹരിയാന. അതിനാൽ ആ രചനയോട് സ്നേഹക്കൂടുതലുണ്ട് ഹരിയാനയ്ക്ക്. എന്നാൽ മഹാഭാരതം മൂലം എടങ്ങേറിലായിരിക്കുകയാണിപ്പോൾ അവിടുത്തെ ഒരു ഗ്രാമം. മഹാഭാരത യുദ്ധത്തിൻ്റെ ചരിത്രരേഖ തേടിയുള്ള പൊലാർ ഗ്രാമത്തിൻ്റെ ഉദ്ഖനനമാണ് അതിന് കാരണം. പാണ്ഡവ കൗരവ യുദ്ധം നടന്നതിനുള്ള തെളിവ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്ഖനനം നടത്താനായി തദ്ദേശവാസികൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ്. ഗ്രാമം പ്രതിഷേധത്തിൽ. ഗ്രാമമുഖ്യനായിരുന്ന ശ്രാവൺ കുമാറിന്റെ നേതൃത്വത്തിൽ പൊലാർ ബച്ചാവോ ആന്തോളൻ. ചണ്ഡീഗഡിലെ പ്രമുഖ അഭിഭാഷകൻ SS മോമി ഗ്രാമീണർക്കായി ഹൈക്കോടതിയിൽ. ഇതൊക്കെയാണ് പൊലാർ ഗ്രാമത്തിൽ നടക്കുന്നത്. (2013) ഉദ്ഖനനം നടന്ന പ്രദേശം. കുശാന വംശത്തിന്റെ ചില അവശേഷിപ്പുകൾ ലഭിച്ചു. മൺപാത്രങ്ങൾ, ഇഷ്ടികകൾ, ചെമ്പുമുദ്രകൾ, പ്രാചീന നാണയങ്ങൾ പോലെ ചിലത്. ആദ്യ ഖനനം 1933 നടന്നെന്നും 1940-കൾ മുതൽ പുരാവസ്തു വകുപ്പിന് കീഴിലാണ് ഈ പ്രദേശമെന്നുമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാദം. ആർക്കിയോളജിസ്റ്റും ചരിത്ര പണ്ഡിതനുമായ BB ലാൽ എന്ന ബ്രജ് ബാസിലാൽ മഹാഭാരത കാലഘട്ടവുമായി പൊലാർ ഗ്രാമത്തെ ബന്ധിപ്പിച്ചത് ഗ്രാമത്തിന് വിനയായി. കുടിയൊഴിപ്പ് ഭീഷണി അങ്ങനെയാണ് വന്നത്. മഹാഭാരത കാലഘട്ടം മുതൽ മനുഷ്യവാസമുള്ള ഗ്രാമം പതിറ്റാണ്ടുകളായി നിയമവിരുദ്ധ അധിനിവേശത്തിൽ എന്നാണ് ഇവരുടെ വാദം. ഹിന്ദുത്വ ആർക്കിയോളജിസ്റ്റ് എന്ന വിമർശന പേരുണ്ട് BB ലാലിന്. അയോധ്യയിൽ BB ലാൽ നടത്തിയ കണ്ടെത്തലുകൾ വിവാദമായിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്ത് ഈ പൊല്ലാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 2014 ശേഷം പുരാണത്തിലും ഐതിഹ്യത്തിലും ചരിത്രം തിരയാൻ തുടങ്ങിയതിൻ്റെ തുടർച്ചയാണിത്. ഹാരപ്പൻ ഉദ്ഖനനമല്ല പുരാണ കഥയുടെ പേര് തേടുന്ന ഈ ഗവേഷണം. പുരാണത്തിന് തെളിവ് കണ്ടെത്താൻ സർക്കാർ ഫണ്ട് ചെലവാക്കുന്നു. കൈതാൽ, കുരുക്ഷേത്ര, ഹിസാർ ആത്മീയ ടൂറിസം സർക്യൂട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. പൊലാറിന് 4 കിലോമീറ്റർ ദൂരെ സരസ്വതി നദി ഒഴുകിയതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ഇടമുണ്ട്. വിഭജനകാലത്ത് ലിയാൽപൂർ, മുൾട്ടാൻ, സിന്ധ് എന്നീ പാക് മേഖലകളിൽ നിന്ന് കുടിയേറിയ 5000-ഓളം മനുഷ്യരുടെ പിന്മുറക്കാരാണ് പൊലാറിലെ കുടുംബങ്ങൾ. ഇപ്പോഴുള്ളത് 650 കുടുംബങ്ങൾ. കഴിഞ്ഞ ഏപ്രിൽ 21-നും മെയ് 15-നുമായി 206 കുടുംബങ്ങൾക്ക് ഒഴിപ്പിക്കൽ നോട്ടീസ് വന്നു. വോട്ടർ ID, റേഷൻ കാർഡ്, ആധാർ ഇതെല്ലാമുണ്ട്. അതെല്ലാം അനുവദിച്ച ജില്ലാ ഭരണകൂടം തന്നെ ഇപ്പോൾ തങ്ങളോട് കൈമലർത്തുന്നുവെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. തലമുറകളായി ജീവിച്ചിട്ടും അതിർത്തി നിയന്ത്രണ രേഖയിൽ താമസരേഖകളുമായി നടക്കുന്നവന്റെ അവസ്ഥയാണെന്ന് അവർ പരിതപിക്കുന്നു. ഗ്രാമസഭ കൂടി ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടി പിന്തുണയിൽ പ്രതിഷേധം നടക്കുകയാണ്. പ്രദേശത്തെ കോൺഗ്രസ് MLA ദേവേന്ദർ ഹൻസ്, മുൻ BJP MLA കുൽവന്ത് ബാസികർ അടക്കം ഗ്രാമത്തിനൊപ്പമാണ്. തങ്ങളുടെ വോട്ടർമാരാണ്. കുടിയൊഴിപ്പിക്കൽ അനുവദിക്കില്ല. കക്ഷിഭേദമെന്നെ നേതാക്കൾ പറയുന്നു. ഏതായാലും മഹാഭാരതം ഇഷ്ടമുള്ള ഈ മനുഷ്യർ, ഈ ഗ്രാമം ഇപ്പോൾ സമരത്തിലാണ് മഹാഭാരത ഉദ്ഖനനത്തിനെതിരെ. അവർ ഒന്നുകൂടി ആവർത്തിക്കുന്നു: മഹാഭാരതം ഇഷ്ടമാണ്, പക്ഷേ കുടിയൊഴിപ്പിക്കരുത്.